ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജെഫ് ക്രിഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ബച്ചർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡ്രൈവ് പോകാനായിട്ട് പോവാണ്. നമ്മൾ പാലക്കാടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് കാറ് കഴുകി സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ RTRലാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം കാറിലാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിൽ പോയിട്ട് ഇപ്രാവശ്യം കാറിൽ പോകുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 4:45 അതുപോലെ നമ്മുടെ കിലോമീറ്റർ 24,944 കിലോമീറ്ററാണ്. നമ്മുടെ ഡിവൈസ് ഈ ടൈമിൻ്റെ ഇടയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 15 Pro ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മുടെ മമ്മി. ഹായ് പറഞ്ഞമ്മേ. ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പുഴയ്ക്കലാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ഭയങ്കര ബ്ലോക്കാണ്. നമ്മളിപ്പോൾ വെറുതെ ഇറങ്ങി കഴിഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല. നമ്മളെന്തെങ്കിലും യാത്ര വേറെ പോകാനായിട്ടോ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയും. നമ്മളിപ്പോൾ ഇക്കണ്ടവാരിയ റോഡ് എത്തി. സമയം 6 മണി. നല്ല ബ്ലോക്കാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മൈജിയിൽ പോയി ലാപ്പ് അവിടെ നിന്ന് പിക്ക് ചെയ്തു. ലാപ്പ് സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ കുറുപ്പം റോഡിലുള്ള മൈജിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാപ്പ് എടുത്തതിന് ശേഷം അവിടെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ പോയി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബ്ലോക്ക്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ശനിയാഴ്ച കാരണം തോന്നുന്നുണ്ട്. അപ്പം നമ്മളിപ്പോഴും ബ്ലോക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ മണ്ണൂത്തി എത്തി. ഭയങ്കര ബ്ലോക്ക്. ഈ ഒരു ഹൈവേയിൽ ഇവിടെ തന്നെ ഒരു 10-15 മിനിറ്റായി നിൽക്കണു. ഇവിടുന്ന് ഈ ഹൈവേയിലേക്ക് സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് ഒന്ന് കടന്നു കിട്ടാൻ മാത്രം എത്ര പാടാ നോക്ക്. ഇമ്മാതിരി ബ്ലോക്കാണ്. സമയം 6:30. ബ്ലോക്കോട് കൂടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മൾ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈവേയിൽ കയറിയ പിന്നെ അധികം അങ്ങനെ അങ്ങോട്ട് തിരക്ക് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി പാലക്കാട് എത്തിയിട്ട് കാണാം. അപ്പോൾ കസിനും ആൻറ്റിമാരൊക്കെ കൂടിയിട്ട് പാലക്കാട് ലുലു മാളിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പാലക്കാട് ലുലുവിലേക്കാണ് പോകണത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഹൈവേയിൽ കയറിയപ്പോൾ വീണ്ടും ബ്ലോക്ക്. കാരണം ഹൈവേയിൽ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വീണ്ടും ബ്ലോക്ക് കിട്ടി. എന്തായാലും ഇന്നത്തെ ഈവനിങ് നല്ല തിരക്കുണ്ട്, നല്ല ട്രാഫിക് ഉണ്ട്. അങ്ങനെ നമ്മൾ പതുക്കനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേയിൽ ഫുള്ള് ബ്ലോക്കാണ്. എന്താണ് സംഭവം എന്നൊരു പിടിയിട്ടില്ല. ഇനി അവിടെ ഫ്രണ്ടിൽ പണി നടക്കണ്ടോയെന്ന് അറിയില്ല. ഫുള്ള് ബ്ലോക്കാണ്. ഇപ്പോൾ സമയം 6:45 നമ്മുടെ ഹൈവേയിൽ ഈ റൈറ്റ് ട്രാക്കിൽ ട്രക്ക്, ലോറി അങ്ങനത്തെ വലിയ വണ്ടികൾ പോകാൻ പാടില്ല എന്ന് എത്ര തവണ പറഞ്ഞാലും ഈ ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കില്ല. വേണ്ട, ഇതിപ്പോൾ ഈ ഒരു വണ്ടി പോകണ കാരണം നമുക്ക് ഇനി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക്. ലെഫ്റ്റിൽ ഇനി ഓട്ടോറിക്ഷക്കാരനെ ഇതിങ്ങനെ കിടന്ന് കളിക്കുകയാണ്. കാരണം ഇവർ ശ്രദ്ധിക്കാണ്ട്, ഇവർക്ക് 1000 രൂപ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ. പക്ഷെ ഒരാളും ഇത് ശ്രദ്ധിക്കണില്ല. വേണ്ട, ഇത്രയും നേരം കണ്ടിട്ടാണ് ഇപ്പോഴാണ് ലെഫ്റ്റിലേക്ക് ഇന്ത്യ കേട്ടിട്ട് ഒരാൾ കിടക്കുന്നത്. അപ്പം ഇതുപോലുള്ള ട്രക്കുകാർ നമ്മുടെ യാത്രയെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനോ കടന്നു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ പന്നിയങ്കര ടോള് കഴിഞ്ഞു. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോണത് നേരത്തെ പറഞ്ഞ പോലെ ലുലുവിലേക്കാണ് പോണത്. നമ്മളപ്പോൾ ഒരു 80-90 ആ റേഞ്ചിൽ നമ്മളെപ്പോഴും പോവുക. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിലാണ് നമ്മളെപ്പോഴും പോണത്. പിന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളത്. നമ്മളിപ്പോൾ ലുലു അധികം ദൂരം ഇല്ല എന്ന് തോന്നുന്നു ഇവിടുന്ന്. നമുക്ക് ലുലു എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ലുലു എത്തിയിട്ടുണ്ട്. ലുലുവിൻ്റെ മുന്നിലുള്ള സിഗ്നലാണ്. സിഗ്നലിൽ വിട്ട് എടുക്കുകയാണ്. റോഡിൽ ഒറ്റ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല. അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച ഒരു കാര്യമാണ്. കാരണം സ്ട്രീറ്റ് ലൈറ്റ് റോഡിൽ മസ്റ്റാണ്. നമ്മുടെ അവിടുത്തെ റോഡുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാണ്ട് ഒരു കളി നടക്കില്ല. ചില സ്ഥലത്ത് അവർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് മോസ്റ്റ് ഓഫ് ദ പ്ലേസിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. സോ അതൊക്കെ എല്ലാവരും എന്താ പറയുക, ഗവൺമെൻറ്റൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ടോൾ അടച്ചിട്ട് പോണ റോഡാണ്.
പന്നിയങ്കരയിൽ ഇപ്പോൾ ടോൾ ഇപ്പോൾ അടച്ചു, അതുപോലെ പാലിയങ്കരയിലും ഉണ്ട് ഈ ടോളും കാര്യങ്ങളൊക്കെ. എന്നിട്ടും റോഡിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട് റെഡായി സിഗ്നല്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ലുലുവിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ലുലു മാൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് താഴ്ത്ത് കൊണ്ടുപോയി എന്തായാലും വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ പാലക്കാട് ലുലു എത്തിയിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കായിരുന്നു. ഫുള്ള് ബ്ലോക്കും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 8 മണി ആവാറായിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് ഇവിടെ പുറത്താണ് കിട്ടിയിട്ടുള്ളത്. ഫുള്ള് തിരക്കാണ്. ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങളിനി ഉള്ളിലേക്ക് കയറി സാധനങ്ങൾ കുറച്ച് മേടിച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് പാലക്കാടുള്ള ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ ടൈം ഏകദേശം 10:30 ആയിട്ടുണ്ട്. 10:30 അടുപ്പിച്ചായിട്ടുണ്ട്. നമ്മൾ കാറിനോട് എത്തി. നമ്മൾ കുറച്ചും കിട്ടും നേരിട്ടുള്ളൊരു പാർക്കിങ്ങാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. കുറേ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എത്താൻ കുറച്ച് ടൈം എടുത്തു. നമ്മൾ സാധാരണ ഒരു 2-2.5 മണിക്കൂർ, മാക്സിമം 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പാലക്കാട് എത്തുന്നതാണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നതാണ്. പക്ഷെ ഇന്ന് കുറേ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം ഇത്ര ടൈം എടുത്തത്. അപ്പോൾ അങ്ങനെ 25,000 കിലോമീറ്ററായി ഗൈസ്. നമ്മുടെ വണ്ടി 25,000 കിലോമീറ്ററായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.